RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗിലെ റൗണ്ട് ഓഫ് 16 സെക്കൻഡ് ലെഗ് മത്സരങ്ങളെ കുറിച്ചാണ്. ഇന്നലെ ഒരു ലോഡ് സെക്കൻഡ് ലെഗ് മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു ലോഡ് സെക്കൻഡ് ലെഗ് മത്സരങ്ങൾ നടക്കാനുണ്ട്. ബാഴ്സലോണയുടെ കളി നടക്കുന്നുണ്ട്, ലിവർപൂളിന്റെ കളി നടക്കാനുണ്ട്, അങ്ങനെ അത്ലറ്റിക് മഡ്രിഡിന്റെ കളി നടക്കാനുണ്ട്. അപ്പോൾ ഇന്നലത്തെ പ്രഡിക്ഷൻ ഒക്കെ മൊത്തത്തിൽ പാളി. ഫ്ലോപ്പ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, പക്ഷെ വിജയിക്കേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു പ്രഡിക്ട് ചെയ്തത്. പക്ഷെ ഗോൾ പറഞ്ഞത് മാത്രം തെറ്റിപ്പോയി എന്നുള്ളതാണ്. അത് ഒരുവിധം ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റിയിരിക്കണം. എല്ലാ കളികളും നോക്കുമ്പോൾ ആദ്യ കളി തന്നെ നമുക്ക് അഗ്രിഗേറ്റ് എടുത്ത് നോക്കിയാലും അതേപോലെ തന്നെ ഇന്നത്തെ കളിയുടെ സ്കോർ തന്നെ ആകെ ആരും പ്രതീക്ഷിക്കാത്ത സ്കോറുകളാണ് എല്ലാ കളിയും നടന്നിരിക്കുന്നത്. പക്ഷെ വിജയിക്കുന്നത് റയൽ മാഡ്രിഡ് വിജയിച്ചു, ആഴ്സണൽ വിജയിക്കുന്ന ആഴ്സണൽ വിജയിച്ചു. പിന്നെ ഒരു കളി എന്ന് പറഞ്ഞാൽ PSG, അതും PSG ജയിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാം നമ്മൾ പറഞ്ഞതിന് വിപരീതമായിട്ടുള്ള സ്കോറുകൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കളികൾ. അതിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാതിരുന്ന ഒറ്റ കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ബോർഡ് ഓഫ് ലിമിറ്റിന്റെ പുറത്താകലായിരുന്നു. സ്പോർട്ടിംഗ് സിപ്പിയുടെ റെമോൺടാഡ കംബാക്ക് എന്ന് പറഞ്ഞാൽ 5-0 ഒരു എവേ മത്സരത്തിൽ തോറ്റിട്ട് തിരിച്ചുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് പോലെയുള്ള മത്സരത്തിൽ ബോർഡ് ഓഫ് ലിമിറ്റ് പോലെ ഡിഫൻസീവായി കളിക്കുന്ന ഒരു കുഞ്ഞൻ ടീമിനെതിരെ പോർച്ചുഗലിന്റെ ചാമ്പ്യന്മാരായ സ്പോർട്ടിംഗ് CP അവര് 5 ഗോൾ അടിക്കുക. 3-3 അഗ്രിഗേറ്റില് ഇതാണ് എക്സ്ട്രാ ടൈമിലേക്ക് ഗോൾ കളി. എക്സ്ട്രാ ടൈമിൽ 2 ഗോളുകൾ കൂടി അടിച്ച് 5-0 ഇതാണ്. എന്താ പറയുക, ബോർഡ് ഓഫ് ലിമിറ്റ് എന്ന് പറഞ്ഞ ക്ലബ്ബ് സിറ്റിനെ അടിച്ചു, അത്ലറ്റിക് മഡ്രിഡ് അടിച്ചു, ഇന്ററിനെ എവേലും ഹോമിൽ അടിച്ചു. ഞാന് ശരിക്കും കാര്യം പറഞ്ഞാൽ, ഞാൻ ഇന്നത്തെ കളി റയൽ മാഡ്രിഡിന്റെയും PSG-യുടെയും ഇവരുടെയൊക്കെ ഹാസ്റ്റലിന്റെയൊക്കെ കള്ളക്കാട് എനിക്ക് ഇന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്ന് കണ്ടത് ബോർഡ് ഓഫ് ലിമിറ്റിന്റെ മത്സരമാണ്. എന്താ പറഞ്ഞാല് ബോർഡ് ഓഫ് ലിമിറ്റിന്റെ ആ ഒരു പ്രീ ക്വാർട്ടർ നിന്ന് ക്വാർട്ടറിലേക്കുള്ള പ്രവേശനം ഒക്കെ ഭയങ്കരമായിട്ട് അതെ, 3 ഗോളിന്റെ വിജയമാണ്. പക്ഷെ ഇവർക്ക് എന്താ പറ്റിയതെന്ന് എനിക്ക് ആ കളി കണ്ടിട്ട് എന്താ പറയുക, കിളി പോയി എന്നറിയില്ല. അമ്മാതിരി അറ്റാക്കിംഗ് ആയിരുന്നു സ്പോർട്ടിംഗ് സിറ്റിയുടെ. തുടക്കത്തിൽ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ 4 ഗോളൊക്കെ സിമ്പിൾ വരെ കയറണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഫസ്റ്റ് ഹാഫിൽ കയറാതിരുന്നത്. അമ്മാതിരി അറ്റാക്കിങ്ങിന് മുന്നിൽ ശരിക്കും ഇവര് പതറിപ്പോയി എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സംഭവമാണ്. ഒന്നോ രണ്ടോ ഷൂട്ടുകൾ മാത്രം അതിന്റെ ഒരു ഇതിലേക്ക് വന്നുള്ളൂ. എന്നാലും ബോർഡ് ഓഫ് ലിമിറ്റിന്റെ ആ ഒരു ഡിഫൻസ് ചെയ്തിട്ടുള്ള തന്നെ എവേ മത്സരത്തിലൊക്കെ ഡിഫൻസ് ചെയ്ത് കിട്ടുന്ന പോലെ കൗണ്ടർ. പക്ഷെ കൗണ്ടർ വരെ അവർക്ക് എങ്ങനെ പോയാലും സ്പോർട്ടിംഗ് സിപ്പിയുടെ കാലിലെ ബോൾ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ കളി അവസാനിച്ച് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് ഈ ഒരു ടീമിന്, ബോർഡ് ഓഫ് ലിമിറ്റ് എന്ന ടീമിന്. എവിടെയില്ലാത്ത ഒരു ടീം ചാമ്പ്യൻസ് ലീഗിൽ വന്നിട്ട് ഇറ്റാലിയൻ ലീഗിലെ ടോപ്പ് ടീം, അതായത് ഇന്റർ മിലാൻ, പിന്നെ പ്രീമിയർ ലീഗിലുള്ള ടോപ്പ് ടീം മാഞ്ചസ്റ്റർ സിറ്റി, പിന്നെ അത്ലറ്റിക് മഡ്രിഡിനെ കുറിച്ച് പറയണ്ടല്ലോ, ലാ ലീഗിലുള്ള ഏകദേശമുള്ള ടോപ്പ് ടീമായിട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്പോർട്ടിംഗ് സിപ്പിന്റെ കൂടെ ഇമാതിരി ഒരു തോൽവി. ഞാൻ വിചാരിച്ചു 1-2 ഗോൾ അടിക്കുന്നു വിചാരിച്ചാണ്. പക്ഷെ അതെ, ഭയങ്കര മോശമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ്. എന്താ പറയുക, അവര് ശരിക്കും സ്പോർട്ടിംഗ് സിപി തൊട്ടക്കാൻ മുതൽ എമ്മാതിരി അറ്റാക്കിംഗ് എന്ന് പറയും. എനിക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 4-5 ഗോൾ അടിക്കുന്ന ചാൻസ് ഉണ്ടായിരുന്നു. ഗോൾ കീപ്പറിന്റെ മികവും അതേപോലെ ഡിഫൻസും അമ്മാതിരി കട്ടുകെട്ടിയായിരുന്നു ഡിഫൻസ്. പക്ഷെ അതിലും അവര് ഗോൾ അടിച്ചു എന്നുള്ള കാര്യമാണ്. ആ ഒരു ലൂയിസ് സുവാരസ് പറയുന്ന ചങ്ങാതിയും അതേപോലെ തന്നെ ബാഴ്സയുടെ പഴയ ഒരു പ്ലെയർ ഉണ്ടല്ലോ, എമ്മാതിരി കളിയാണ് മോനെ, ഒരു രക്ഷയില്ല. ഫുൾ ടീം ഇറങ്ങി അങ്ങോട്ട്, അത് ഡിഫൻസിലായിക്കോട്ടെ മിഡ്ഫീൽഡിലായിക്കോട്ടെ അറ്റാക്കിംഗ് മൊത്തത്തിൽ കളി. അപ്പൊ അത് കഴിഞ്ഞതിന്റെ ഒരു ഹാങ് ഓവർ അത് കഴിഞ്ഞിട്ടില്ല. കളി എക്സ്ട്രാ ടൈം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റയൽ മാഡ്രിഡും സിറ്റി ആയിട്ടുള്ള കളി കാണാൻ തുടങ്ങിയത്. കളി കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ സിറ്റിക്ക് ഒരു കിടിലൻ ഷോക്ക് കിട്ടിയിട്ട് ഒരു ഹാൻഡ് ബോളിന്റെ ലെവലിൽ റെഡ് കാർഡ് ആയിട്ട് ക്യാപ്റ്റന് കൂടിയിട്ട് പോയതോട് കൂടിയിട്ട് കളി കുറച്ച് സ്ലോ ആയതല്ല. തുടക്കം 2-3 കിടിലൻ ചാൻസുകൾ കോർട്ടോട് സേവ് മികവില് റയൽ മാഡ്രിഡിന് രക്ഷപ്പെട്ട് വരും. ആ സമയത്താണ് ഒരു കിടിലൻ ഇതിലൂടെ ഒരു പെനാൾട്ടി കിട്ടിയത്. ബെർണാർഡോ സിൽവയുടെ കയ്യിൽ എങ്ങനെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഹാൻഡ് ബോൾ ആണ്. കാരണം ബെർണാർഡോ സിൽവ കൈ ബാക്കിൽ വെച്ചിട്ട് ബോൾ റിസീവ് ചെയ്യും. ബോൾ ഇങ്ങനെ എടുത്ത് ചെയ്യുന്നത് ശരിക്കും അത് പെനാൾട്ടി തന്നെയാണ്. അത് പെനാൾട്ടിക്കുള്ള ഉറച്ച ഗോളാണ് ആ സാധനം. അത് ഉള്ളിൽ കയറി പോകുന്ന സാധനമായിരുന്നു. പക്ഷെ അത് പെനാൾട്ടി കളി അങ്ങനെ മാറി. പിന്നെ വെറുതെ സിറ്റി ഒരു സൈഡിൽ ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. റയൽ 11 പേരായിട്ട് ഇങ്ങനെ ബസ്സും ലോറി എല്ലാം കൂടി പാർക്ക് ചെയ്തിട്ട് കിട്ടുന്ന അവസരങ്ങൾ കൗണ്ടറിലൂടെ പ്രതീക്ഷിക്കാത്ത ഒരു 2 ഗോളുകൾ. വിനീഷ്യസിന്റെ അവസാനം ഒരു കിട്ടുന്ന ഗോൾ. അങ്ങനെ വിനീഷ്യസിന്റെ 2 ഗോളുകൾ, അതിനിടയിൽ ഒരു ഗോൾ അടിക്കുന്നത് ഓഫ് സൈഡായി മാറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവർക്കും 1-2 ഗോളുകൾ കിട്ടിയ ഓഫ് സൈഡിൽ ഭാഗ്യമില്ലാണ്ട് പോയതാണ്. അതേപോലെ അഗ്രിഗേറ്റ് നോക്കുകയാണെങ്കിൽ 5-1 അഗ്രിഗേറ്റാണ് റയൽ മാഡ്രിഡ് അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നത്. അങ്ങനെ റയലിന്റെ അങ്ങോട്ട് ഗംഭീരമായിട്ടുള്ള വിജയം കഴിഞ്ഞ ശേഷം അടുത്ത മത്സരം നോക്കി കഴിഞ്ഞപ്പോ PSG ചെൽസിനോട് കൊന്നു എന്ന് പറയാല്ലേ. എത്ര അഗ്രിഗേറ്റ് 3-0 വിജയിച്ചിരിക്കുന്നത്. അതും ബ്രിഡ്ജിൽ പോയി ചെൽസിയുടെ ഹോം ഗ്രൗണ്ട്, PSG-യുടെ ഹോം ഗ്രൗണ്ടിൽ പോയി കളിച്ചതിന്റെ പകുതി പോലും ഇവിടെ കളിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ 8-2 അഗ്രിഗേറ്റിൽ ജയിച്ചു. അടുത്ത മത്സരം ലെവർകൂസനും
ആഴ്സണൽ ഫസ്റ്റ് ഹാഫിൽ കുറെ വേർത്താണ്, പക്ഷെ 2-0 അവര് വിജയിച്ചിട്ട് പ്രൊമോട്ട് ആയിരിക്കാണ് അടുത്ത റൗണ്ടിലേക്ക്. ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാന മത്സരങ്ങളെ കുറിച്ച് വരാം, നമുക്ക് അതിലേക്ക് സംസാരിക്കാൻ വരും. അതിന്റെ പ്രൊഡിക്ഷനെ കുറിച്ച് ആദ്യത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ വേഴ്സസ് ന്യൂകാസിൽ ആണ്. ബാഴ്സലോണ ഹോം ഗ്രൗണ്ട് വെച്ച് നടക്കുന്ന മത്സരത്തിൽ യു സമയം 9:15 ഇന്ത്യൻ സമയം 11:15 മത്സരം വരുന്നത്. ബാക്കിയുള്ള 3 മത്സരങ്ങള് നാളെ പുലർച്ചെ, ഇന്ന് രാത്രി, നാളെ പുലർച്ചെ 1:30 മത്സരങ്ങൾ വരിക. അപ്പൊ ആദ്യ മത്സരത്തിന്റെ പ്രഡിക്ഷൻ എന്താ റൈഹാൻ തന്നെ ആദ്യം പറഞ്ഞത്? ബാഴ്സലോണ വേഴ്സസ് ന്യൂകാസിൽ വേണ്ടിയിട്ട് ബാഴ്സലോണ ന്യൂകാസിൽ ഇത് ശരിക്കും കളി നോക്കുകയാണെങ്കിൽ ആഴ്സണൽ വേഴ്സസ് ലെവർകുസന്റെ പോലെ തന്നെ ഉണ്ട്, കാരണം ഇവർക്ക് സമനിലയാണ്. അപ്പോ എന്റെ ഒരു ചുരുക്കത്തിലെ ഐഡിയ നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ 2 ന്യൂകാസിൽ 1 അങ്ങനത്തെ ഒരു സ്കോർ. ഓക്കെ, അപ്പൊ എന്റെ ഇതിൽ പറയുകയാണെങ്കിൽ നാളെ ക്യാമ്പ് നൗവിലാണ്. ക്യാമ്പ് നൗവിൽ 11-12 മത്സരങ്ങളായിട്ട് ബാഴ്സലോണ ഇപ്പോ ഇതുവരെ തോറ്റിട്ടില്ല, ഇനി നാളെയും തോൽക്കുന്നതെന്ന് വിചാരിക്കുന്നു. 3-1 ബാഴ്സലോണ നാളെ ജയിക്കുന്നതാണ് എന്റെ ഒരു ഇത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഏതാണ് ഇതിന്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ബാഴ്സ ഫാൻസ് ആയാലും വന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നാളത്തെ മത്സരം 2 ടീമിനും എന്താ പറയുക 1-1 സമനിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോമും എവേഡൊന്നും അഡ്വാൻറ്റേജ് ഇല്ല. സമനില ആവുകയാണെങ്കിൽ എക്സ്ട്രാ ടൈം അടിക്കും, പിന്നെ പെനാൽറ്റി ആണ്. അപ്പൊ എന്തായാലും ആ ഒരു 90 മിനിറ്റ് നല്ല രീതിയിൽ കളിക്കും. അതെന്താ പറഞ്ഞാല് ബാഴ്സയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ എല്ലാ പ്ലേയേഴ്സും ഇപ്പൊ അവൈലബിൾ ആണ്. ഏകദേശം ഉള്ള പ്ലേയേഴ്സ് കൊണ്ടേ ബാല് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ റഫീനി മെയിൻ പ്ലേയേഴ്സ് എമാനും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ നാളെ നല്ലൊരു പെർഫോമൻസ് കാണിക്കണം എന്തായാലും ഉണ്ടാവുന്നത് പ്രതീക്ഷിക്കാം. അപ്പൊ അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് ഗലത്തസ്രായി എന്തായിരിക്കും കാട്ടാൻ പോകും. ഗലത്തസ്രായി അവിടെ 1-0 വിജയിച്ച് നിൽക്കുകയാണ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ. ലിവർപൂളാണ് ആൻഫീൽഡ് ആണെന്ന് മട്ടുകാരിലെ അവസാനത്തെ മത്സരത്തിലും അവര് സമനിലയായിട്ടുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ. അപ്പൊ എന്തായിരിക്കും ഇംഗ്ലീഷ് ഇതില് ഗലത്തസ്രായി വിസസ് ലിവർപൂൾ? ഒരു സ്ട്രാറ്റജിക്കലി ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ പറയണെങ്കിൽ ഗലത്തസ്രായി ഇനി ഏകദേശം ഒരു ചുരുക്കി പറഞ്ഞ ബസ് പാർക്ക് ഇട്ടിട്ട് റയൽ ഉണ്ടാക്കിയോ ഫസ്റ്റ് ഹാഫിലും റയല് ഞാൻ ഫസ്റ്റ് ഹാഫ് പറയാനില്ല. അപ്പോ ഗലത്തസ്രായി എന്താക്കുന്ന വെച്ചാൽ ഫസ്റ്റ് ഹാഫ് മൊത്തം ബസ് പാർക്ക് ചെയ്യും, സെക്കൻഡ് ഹാഫിന് 75 മിനിറ്റ് വരെ ബസ് പാർക്ക് ചെയ്തിട്ട് പിന്നെ നോർമൽ കളിക്കും. നോർമൽ ബോൾ ഉരുട്ടിയിട്ട് ഫ്രണ്ടിൽ പോകാം. ആൻഫീൽഡിൽ എനിക്ക് തോന്നുന്നില്ല ഗലത്തസ്രായി അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്. എന്താ പറയുക, ആൻഫീൽഡില് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഗലത്തസ്രായി പ്രസ് ചെയ്യാനും നോക്കും. അതേപോലെ തന്നെ ഡിഫൻസ് നല്ല എന്താണ് അവർ ഫസ്റ്റ് ഹാഫിൽ ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ലെഗിൽ ഇവിടെ കളിച്ചിട്ടുണ്ട്, അതേ കളിയായിരിക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായിരിക്കും ഗോൾ പ്രഡിക്ഷൻ? ഗോൾ പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ 3-1 വിൻ ടു ഗലത്തസ്രായി. 3-1 ജയിക്കുന്നോ? ഞാൻ പറയുന്നു 2-1 നാളെ ലിവർപൂൾ ജയിക്കുന്നു. ഞാൻ എന്തിനാ ഗലത്തസ്രായി ചൂസ് ചെയ്തെന്ന് വെച്ചാൽ ഇന്നലെ അല്ല അത് ഒറ്റ കളിയിലെ സംഭവിച്ചുള്ളൂ. അതിന്റെ എന്തും സംഭവിക്കാം. അപ്പൊ അങ്ങനെ നിന്റെയും എന്റെയും വെവ്വേറെ കാഴ്ചപ്പാടുകളാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ കമന്റ് എന്താണെന്നുള്ള കമന്റ് ബോക്സ് ചെയ്തിട്ടുണ്ട്. ലിവർപൂൾ ആണോ അത് ഗലത്തസ്രായാണെന്നുള്ളത്? അതും ആൻഫീൽഡ് ആണെന്ന് ആലോചിക്കട്ടെ. ആൻഫീൽഡിൽ ഇപ്പൊ എല്ലാവരും വന്ന് കൊട്ടിക്കൊണ്ടുകൊണ്ട് അതുകൊണ്ട് ആണ് റൈഹാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത കളിക്ക് വരികയാണെങ്കിൽ അറ്റ്ലറ്റിക്കോ മഡ്രിഡ് വിസസ് ടോട്ടനം ഹോട്ട്സ്പർ. അറ്റ്ലറ്റിക്കോ മഡ്രിഡിന്റെ ടോട്ടനം ഹോട്ട്സ്പറിന്റെ ഹോം ഗ്രൗണ്ടിലാണ്. അഗ്രിഗേറ്റ് നോക്കുകയാണെങ്കിൽ വല്ലാത്തൊരു അഗ്രിഗേറ്റ് ആണ്. 5-2 അഗ്രിഗേറ്റ് കിടക്കുന്നത്. ടോട്ടനം ഹോട്ട്സ്പർ അവസാന മത്സരത്തിൽ 1-1 സമനില നേടിയിട്ടുണ്ടായിരുന്നു. അവസാന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂള് ടോട്ടനം ഹോട്ട്സ്പർ ആയിട്ടുള്ള മത്സരത്തിൽ സമനില പിരിഞ്ഞത് അത് ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ട് ആയ ആൻഫീൽഡിൽ പോയിട്ടാണ് മത്സരം നടന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു ടോട്ടനം ഹോട്ട്സ്പർ എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ ഭയങ്കര മോശമായിട്ട് റിലേഷൻ സോണിൽ ആ ഒരു പോയിന്റ് കിട്ടിയോട് കഷിച്ച് രക്ഷപ്പെട്ട് 16ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോപ്പ് 5 ഉണ്ടാവുന്ന ഒരു ടീമാണ്. പക്ഷേ ഈ സീസണിൽ എന്താണ് അവർക്ക് പറ്റിയത്? അതായത് എല്ലാവരായിട്ട് പരാജയം തോൽക്കണം. പക്ഷെ ചാമ്പ്യൻസ് ലീഗിൽ അവർ സ്പോട്ട് 5 ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ സമയത്ത്. അതിനുശേഷം അത്ലറ്റിക്കോ മഡ്രിഡ് 5-2 പരാജയപ്പെട്ടു. അത് ഒരു ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക് കൊണ്ടാന്നുള്ള കാര്യം ആലോചിക്കണം. 17 മിനിറ്റ് കൊണ്ട് ഒരു ഗോൾ കീപ്പറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതിനുശേഷം ഒരു ഡിഫൻഡർക്ക് ഒരു സ്ലിപ്പറി ഉണ്ടായിട്ട് അങ്ങനെ ഒരു ഗോൾ വന്നിട്ടുണ്ട്. അങ്ങനെ തുടക്കം തന്നെ ഒരു 3 ഗോളുകൾ അത്ലറ്റിക്കോ മഡ്രിഡ് സ്കോർ ചെയ്യുന്നത് അത്ലറ്റിക്കോയുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് എന്നിട്ടും തിരിച്ച് അവർ 2 ഗോൾ സ്കോർ ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ഗ്രൗണ്ടിൽ ടോട്ടനം ഹോട്ട്സ്പറിന്റെ ഗ്രൗണ്ടിൽ എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അപ്പൊ എന്റെ ഒരു പ്രഡിക്ഷൻ പറഞ്ഞാല് 3-2 ടോട്ടനം ഹോട്ട്സ്പർ ജയിക്കും. പക്ഷെ അത്ലറ്റിക്കോ മഡ്രിഡ് അടുത്ത റൗണ്ടിലേക്ക് പോകും. ഓക്കെ, എന്റെ ഒരു പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ 2-1 അത്ലറ്റിക്കോ മഡ്രിഡ് ജയിക്കും. എന്നിട്ട് അത്ലറ്റിക്കോ മഡ്രിഡ് കയറുന്നതാണ്. ചിലപ്പോ ഈ കളി ഒരു ബിഗ് സമനില അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്ക് പോകാനുള്ള ചാൻസുകൾ ഇല്ലാതില്ല. കാരണം 3 ഗോളാണ് അടിക്കേണ്ടത്. ടോട്ടനം ഹോട്ട്സ്പർ ചിലപ്പോൾ കണ്ടില്ല. ഇന്നലെയൊക്കെ ചെൽസി തിരിച്ചു വരുന്നു വിചാരിച്ചു. അതേപോലെ മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ ഹോം ഗ്രൗണ്ട് തിരിച്ചുവരും നടന്നില്ല. റമോട്ടാഡ പറയുന്ന പരിപാടി നടന്നിട്ടില്ല. അപ്പൊ നാളത്തെ കളിയിൽ ഇപ്പോ ഇവര് റമോട്ടാഡ അടിക്കുമെന്ന് അറിയില്ല. ടോട്ടനം ഹോട്ട്സ്പർ എത്രത്തോളം അടിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്ത മത്സരം നോക്കി കഴിഞ്ഞാൽ ബയൺ മ്യൂണിക് വിസസ് അറ്റ്ലാന്റ. ബയൺ മ്യൂണിക്കിന്റെ ഹോം ഗ്രൗണ്ട് വെച്ച് നടക്കാൻ പോകുന്ന മത്സരമാണ്.
ഇത് ആദ്യ മത്സരത്തിൽ 6-1 അഗ്രിഗേറ്റ് ആണ്. അത് ഒരു മിനിറ്റ് അവന്റെ ഹോം ഗ്രൗണ്ടിലാണ് 6-1. അതാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത്. അറ്റ്ലാന്റയുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് 6-1 ബയൺ മ്യൂണിക്ക് വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ബയൺ മ്യൂണിക്കിന്റെ ഹോം ഗ്രൗണ്ടിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? എത്ര ഗോൾ ജയിക്കും? നിങ്ങൾ പറയാം. ഞാനൊരു പറയുന്നു 4-1. എനിക്ക് ഒന്ന് ഒരു 5-0. 5-0 ബയൺ ജയിക്കുന്നത്. ഞാൻ പറയുന്നത് 4-1 ബയൺ ജയിക്കുന്നത്. അപ്പൊ 4 എന്ന് പറഞ്ഞാൽ 10-2 അഗ്രിഗേറ്റ്. ഈ എന്താണ് ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഗ്രിഗേറ്റ് 10-11 ഗോളുകളാണ് നമ്മുടെ പ്രഡിക്ഷൻ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രത്യേകം മറക്കാതെ നിങ്ങളുടെ ഈ ഗോൾ പ്രഡിക്ഷൻ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നലെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതേപോലെ നിങ്ങളുടെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ, നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള വീഡിയോ അയച്ചു കൊടുക്കാം. അപ്പോൾ താങ്ക് യു.